ആ ഓക്കെ. നമസ്കാരം സർ. അതെ, ഞാൻ ഇന്ന് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. കുറച്ച് ദിവസമായി. അപ്പൊ ഒന്ന് ജോലിക്കൊന്നും പോവാണ്ട് ഒരു ലീവ് എടുത്ത് ഇവിടെ ഇരിപ്പാണ്. ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറയാൻ കാരണം, ഇപ്പൊ എനിക്കും 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. എനിക്ക് കുറെ നാളായിട്ട് പേപ്പർ എടുത്ത് നോക്കാൻ പേടിയാണ്. അതായത് നമ്മുടെ കാലത്തൊന്നും, ഇപ്പൊ എനിക്ക് 45 വയസ്സായി. എന്റെ ഈ ഒരു ചെറുപ്പ സമയങ്ങളിലോ ഒരു 10, 18, 20 വയസ്സ് വരെ, 30 വയസ്സ് വരെയും ഞാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ക്രൂര കൃത്യങ്ങള്, അത് മിണ്ടാപ്രാണികളോടായാലും ശരി, നമ്മുടെ കൂടപ്പിറപ്പുകളോടായാലും ശരി, രക്ഷിതാക്കള്, അങ്ങനെ പ്രായഭേദ ലിംഗ ഭേദം ഒന്നുമില്ല. ആർക്കും ആരോടും എന്തും ചെയ്യാന്നുള്ളൊരു സ്ഥിതി. അതിലേക്ക് ഈ സമൂഹം വല്ലാണ്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് എന്തെന്ന് പറയാ, റോട്ടിലിറങ്ങിയ ഒന്നും കാണരുത്, ഒന്നും കേക്കരുത്, മര്യാദക്ക് വീട്ടിൽ ചെന്നിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ ഒന്നുകിൽ അതിനു വേണ്ടി നമ്മുടെ ജീവൻ കളയേണ്ടി വരും, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി കേസും കോടതിയൊക്കെ ആയി നടന്ന് വലഞ്ഞ് അവസാനം നമുക്ക് തല്ലും കിട്ടി നമ്മള് പോരേണ്ടി വരും. അത് എന്താണ് സാർ ഇത്രയും അധികം ഈ സമൂഹം ഡിസ്റ്റർബ്ഡ് ആയിട്ട്? പ്രത്യേകിച്ചും ഈ വളർന്നു വരുന്ന ഈ യുവതലമുറ, ഒരു ആളോടും അവർക്കൊരു ബഹുമാനമില്ല. നമ്മൾ പറയും ഇപ്പൊ ബഹുമാനിച്ച് എണീറ്റ് നിന്നിട്ട് സല്യൂട്ടൊന്നും അടിക്കണ്ട, എങ്കിലും നമ്മളിപ്പോ ഒരു വണ്ടിയില് ഒരു കാറില് പോവാണ്, നമ്മുടെ ബാക്കിൽ വന്ന ഒരാൾ ഹോൺ അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ഒരു പ്രകോപനം ഉണ്ടായ ആ ഓടിക്കുന്ന ആള് ഒരു പ്രായമുള്ള ഒരാളാണെന്ന് പോലും നോക്കാണ്ട് എന്താടാ വൈ കണ്ണില്ലേ അതില്ലേ. സത്യത്തിൽ ഇവൻ ജനിക്കണേറ്റവും മുമ്പ് അയാൾ ലൈസൻസ് എടുത്തിട്ടുള്ള ആളായിരിക്കാം. അത് ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങളോട് ആര് ചോദിക്കാൻ? അങ്ങനെ ഒരു ധാർഷ്ട്യം എല്ലാ വളർന്നു വരുന്നവരുടെയും. ഇവർക്കൊന്നും അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം എന്നുള്ളൊരു തോതിലാണ് ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി സാറിനൊരു അഭിപ്രായം? ഇത് ചോദ്യം വെച്ചിട്ട് ഒരു വളരെ വലിയ ചോദ്യങ്ങളും വലിയ ഉത്തരങ്ങളാണ് ഇതിന്റെ പിന്നിൽ വരിക. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ 3-4 കാരണങ്ങൾ. ഒന്ന്, പ്രതീക്ഷയില്ലാത്തൊരു സമൂഹം. നമ്മുടെ കേരളീയ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ, മതസംഘടനകളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ, പിന്നെ അധികാരികളോട് വിശ്വാസമില്ലാത്ത അവസ്ഥ. മൊത്തത്തിൽ മാതാപിതാക്കൾക്ക്, നമ്മൾ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയും കാര്യങ്ങളായിരുന്നു, അണുകുടുംബ ഒരവസ്ഥയൊന്നുമല്ലേ ഉള്ളൂ. അപ്പം മാതാപിതാക്കൾക്ക് എന്താ പറയുക, മക്കളെ ഭയം എന്ന് പറഞ്ഞ അവസ്ഥ. പണ്ട് കുറേ മക്കളുണ്ടായിരുന്നു, ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളോടാണ് ഭയം. മക്കൾക്ക് മാതാപിതാക്കളെ ഭയമില്ലാത്ത അവസ്ഥ. സ്കൂളുകളിൽ ടീച്ചർമാരോട് കുട്ടികൾക്ക് എന്താ പറയുക, ഭയമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൂടുന്നു, അവകാശങ്ങൾ കൂടുന്നു. അപ്പോൾ അതൊരു വശം. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല റോൾ മോഡലായ നേതാക്കന്മാരില്ല. രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മൾ മതങ്ങളിലാണെങ്കിലും ഏത് മേഖലയിലും നമുക്കൊരു റോൾ മോഡലുകളായ നേതാക്കന്മാരില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നു, അതിനനുസരിച്ച് നമ്മൾ സിനിമയിൽ കാണുന്ന റോൾ മോഡലുകളാണ് പലരുടെയും മനസ്സിലുള്ളത്. സിനിമയിലുള്ള റോൾ മോഡല് നല്ല അടിപൊളി റോൾ മോഡലാ അല്ല, അതുകൊണ്ട് റോൾ മോഡലുകളില്ല. പിന്നെ മറ്റൊരു വിഷയം ഏറ്റവും വലിയ വിഷയം, നമ്മൾ കേസ്, നമ്മളിപ്പോൾ നമ്മുടെ കോടതികൾ ഒരു കഞ്ചാവ് കേസ്, അല്ലെങ്കിൽ ഒരു കൊലപാതക കേസ്, ഒരു തല്ല് കേസ്, ഏത് കേസ് വന്നാലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ പോകുന്നു, ജാമ്യം കിട്ടുന്നു, പുറത്തു വരുന്നു. ഇനി ഈ കേസ് അവസാനിക്കുന്ന 30-40 വർഷം കഴിയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഏത് വ്യക്തി എന്ത് തെണ്ടിത്തരം ചെയ്താലും, എന്ത് കൊലപാതകം ചെയ്താലും, മയക്കുമരുന്ന് കച്ചവടം ചെയ്താലും, എന്താ പറയുക, എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും ഈ ഒരു കേസ് കോടതിയിൽ വന്ന് ഈ കേസ് നീട്ടി ഒരു 20-30 വർഷം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നിലവിലുണ്ടെന്ന്. അത് സാമ്പത്തികമായിട്ട് മണി പവർ, മസിൽ പവർ ഉള്ള ഒരാളാണെങ്കിൽ അത് കീഴ്ക്കോടതി പോയി, ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയി, അങ്ങനെ എത്ര കാലം വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു 30 വയസ്സിലേക്ക് ഒരാളെ എന്തെങ്കിലും ഒരു ശിക്ഷയിൽ പെട്ടാൽ അയാൾ 60-70 വയസ്സ് വരെ കേസ് നീട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം വന്നുപെട്ടിട്ടുണ്ടോ? അപ്പോൾ ആളുകൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിന് ശിക്ഷ കിട്ടില്ല എന്നുള്ള അവസ്ഥ. ശിക്ഷ കിട്ടുകയാണെങ്കിൽ തന്നെ
അവർക്ക് നമ്മൾക്ക് ഇന്നൊരു തെറ്റ് ചെയ്താൽ നാളെ ശിക്ഷ കിട്ടുന്നൊരു സ്ഥിതി കൂടി ഇല്ലയെന്ന് കേരളത്തിൽ. അല്ല, കേരളത്തിനല്ല, ഇന്ത്യയിലില്ല. ആ അവസ്ഥയുള്ളതുകൊണ്ട് ആര് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാൻ ആളില്ല. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ, മണി പവർ മസിൽ പവർ ഉള്ളവൻ, അല്ലെങ്കിൽ കായികമായി ആധിപത്യമുള്ളവൻ, അധികാരമുള്ളവൻ എന്തും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. അത് ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരെങ്കിലും ചോദിക്കാനോ പറയാനോ ഇല്ലയെന്ന്. അപ്പം നമ്മൾ ചെറിയ ഒരു 2-3 എക്സാമ്പിൾ പറയാം. ഒന്ന്, നമ്മുടെ പ്രമുഖ നടിയെ പീഡിപ്പിച്ചൊരു കേസ്. ആ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് ശരി വാദിയാണോ പ്രതിയാണോ എന്നുള്ളതല്ല. ആ വിഷയം ഇത്ര കാലമായിട്ട് എന്തായിട്ടില്ല, അതിനൊരു തീർപ്പായിട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലെ നമ്മൾ പല മേഖലയിലുള്ള കേസുകൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ നമ്മൾ പല കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റു പല ശിക്ഷ 20-30 കൊല്ലം കഴിഞ്ഞാലാണ് ശിക്ഷിക്കുന്നത് തന്നെ. പിന്നെ വളരെ പാവപ്പെട്ട, ഗതി പിടിക്കാത്ത, വളരെ അങ്ങനെയുള്ള ആളുകളുടെ കേസുകൾ മാത്രമാണ് ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയിലൊക്കെ ശിക്ഷാവിധികൾ വരുന്നത്. പൊതുവെ ഏതെങ്കിലും തരത്തിൽ ആധിപത്യമുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് 30-40 കൊല്ലം നീട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആർക്കും എന്ത് തെറ്റ് ചെയ്താലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആരുടെ മെക്കെട്ട് കയറിയാലും, കൊലപാതകം നടത്തിയാലും, പിടിച്ചു പറിച്ചാലും, എന്തൊക്കെ ചെയ്താലും ഇത് കേസ് കോടതി പോലീസ് വകുപ്പായിട്ട് പോയി വരും. എത്ര കാലം വേണമെങ്കിൽ നീട്ടി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആർക്കും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് മനുഷ്യരുടെ ഉള്ളിൽ തന്നെ ഒരുതരം അഹങ്കാരം, ഒരു തിമിർട്ട് സംജാതമായിട്ടിരിക്കും. പിന്നെ എന്താ പറയുക, ഏതെങ്കിലും മേഖലയിൽ മനുഷ്യന് പ്രത്യാശം പ്രതീക്ഷിക്കുന്നു. എവിടെ നോക്കിയാലും നമ്മൾ അമ്പലങ്ങളിലേക്ക് ആൾ പോകും, പള്ളികളിലേക്ക് ആൾ പോകും, ആൾദൈവങ്ങളുടെ അടുത്തേക്ക് ആൾ പോകും. ഏത് വിഷയത്തിൽ നോക്കിയാലും ജനങ്ങൾക്ക് അവർ എന്തെങ്കിലും തരത്തിൽ പ്ലാനും പതിയും വിചാരിച്ച് ആ പ്ലാനും പതിയും നടക്കുന്നില്ല എന്ന്. അവർക്ക് വിശ്വാസമില്ല, രാജ്യത്തിൽ വിശ്വാസമില്ല, ജനങ്ങൾ വിശ്വാസമില്ല. ഇവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ വിദേശങ്ങളിലേക്ക് പോകും. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, കേരളത്തിൽ പഠിച്ചവർക്ക് കേരളത്തിൽ ജോലിക്കുള്ള സാധ്യതയില്ല. മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടെന്നു. അപ്പോൾ സ്വാഭാവിക മദ്യത്തിന്, മയക്കുമരുന്നിന് ഒക്കെ അടിമകളായിട്ട് മാറുന്നു. അല്ല, മദ്യത്തിന് ഇപ്പൊ അടിമയില്ലല്ലോ, ഇപ്പൊ മയക്കുമരുന്നിനുള്ളോ. കാരണം മദ്യത്തിന് ഭയങ്കര വിലയാ. അപ്പൊ ആൾക്കാരെ അങ്ങോട്ട് പോണു. പിന്നെ നമ്മള് ഈ സോഷ്യൽ മീഡിയ, മൊബൈല്, ഇന്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ വ്യക്തിബന്ധങ്ങള്, സ്നേഹബന്ധങ്ങൾ, ഇത്തരം വിഷയങ്ങൾ വരാൻ കംപ്ലീറ്റ് ആളുകൾ ഉൾവലിഞ്ഞ് ഒരു പ്രത്യേക തരത്തിലേക്ക്. പിന്നെ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പലരും ഉൾവലിഞ്ഞ് മൊബൈലിൽ പ്രണയിച്ച് നടക്കുന്ന ഒരു അവസ്ഥ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ മനുഷ്യർക്ക് ഒരു എന്താ പറയുക, ഒരു കലികാലം എന്നൊക്കെ പറയില്ലേ, എന്നൊരു അവസ്ഥ സംജാതമായ ഒരു അവസ്ഥയാണ്. ഇതിന് നല്ലൊരു നമ്മുടെ ഗാന്ധിജി അല്ലെങ്കിൽ യേശു ക്രിസ്തു പോലുള്ള നല്ലൊരു റോൾ മോഡല് നമ്മുടെ നാട്ടിൽ ഉദയം ചെയ്ത് ഒരു ജനത്തിനൊരു പ്രത്യാശയും പ്രതീക്ഷയും കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ വരികയും നമ്മുടെ സുപ്രീം കോടതി കെട്ടിക്കെടുക്കുന്ന കേസുകൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുന്ന തരത്തിലേക്കാണ്. സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ, കീഴ്ക്കോടതിയിൽ കിടക്കുന്ന കേസുകൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്ന അവസ്ഥയിൽ നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് മാറ്റം വരുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് സഡനായിട്ട് ആക്ഷൻ വരികയാണ്. ഈ ആക്ഷൻ വരുമ്പോൾ തന്നെ കുറ്റകൃത്യങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ കുറവ്. ഇതിപ്പോൾ എന്ത് ചെയ്താലും ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു അപ്രതീക്ഷിതമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ ഒറ്റ വാക്കില് നമുക്ക് കാണുന്ന നീതി. അല്ല, ശിക്ഷകളും ഇവിടെ കുറവാണെന്നാണ് എന്റെ ഒരു ഇത്. ശിക്ഷകൾ കുറവിന്റെ അല്ലാന്ന് ഞാൻ പറഞ്ഞു. അല്ല, ശിക്ഷകളും കുറവ് തന്നെയാണ്. ഇപ്പൊ നാളെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും പറയണ ശിക്ഷകൾ കുറവിനേക്കാൾ ഉപരി ഒരു ശിക്ഷ ഉണ്ടെങ്കിലേ അത് എത്ര കാലം വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നു. കൊണ്ടുപോയിട്ട് എന്ത് ശിക്ഷയാണ് കിട്ടുന്നത്? അതല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? 30-40 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് നടത്തി കൊണ്ടുപോകണമായിരിക്കും, മടുക്കും, എല്ലാവർക്കും മടുക്കും. അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്ത 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ശിക്ഷ കിട്ടുന്ന ആൾക്ക് അതിന് ശിക്ഷ കിട്ടുന്ന തരത്തിലേക്കുള്ള നീതിന്യായ വ്യവസ്ഥ സുപ്രീം കോടതി, കേന്ദ്ര സർക്കാർ ഒക്കെ ഇടപെട്ട് ഈ വിഷയത്തിലേക്ക് ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമേ ഇത്തരം പ്രവണതയ്ക്ക് ഒരു കുറവ് വരുള്ളൂ. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ 5-10 വർഷം കഴിയുമ്പോൾ റോട്ടിലിറങ്ങി ൂക്കുള്ള കാര്യക്കാരൻ. കാരണം കാട്ടുനീതി എന്നുള്ള അവസ്ഥ തന്നെ നാട്ടിൽ വരുന്ന അവസ്ഥ വരും. ഇത് നമുക്ക് തൽക്കാലം ഇതിൽ നമ്മുടെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഗാന്ധിജിയെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തനായ ഒരു ഭരണാധികാരി ഈ വിഷയത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനത്തിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം നമ്മളുടെ കൺട്രോളിൽ നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കും. തൽക്കാലം നമ്മൾ ഇത്ര പറഞ്ഞ് നിർത്താൻ വീഡിയോ വല്ലാണ്ട് കയറിപ്പോയ ആളുകൾ കാണില്ല.
ഇത്രയും നമുക്ക് ഇപ്പൊ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ചോദ്യത്തിന് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ശരി.